ഇന്ന് ഞാൻ റേസർ കൊണ്ട് എങ്ങനെ പിരികം ഷേപ്പ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. സോ എൻ്റെ കയ്യിലുള്ള റെഫറൻസ് ഐശ്വര്യ റോയ് ആണ്. സോ ഐശ്വര്യ റോയുടെ പോലത്തെ ഒരു തിന്നായിട്ടുള്ള പിരികം ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ഫേസ് റേസർ വേണം. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് സിറോണയുടെ ഫേസ് റേസേഴ്സ് ആണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വിത്ത് അലോവേര ജെല്ല്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അലോവേര ജെല്ലിൻ്റെ കൂടെയാണ് നമ്മൾ ഫേസ് ഷേവ് ചെയ്യാറുള്ളത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് അലോവേര ജെല്ല് ഇതേപോലെ ഞാൻ എടുക്കും. എന്നിട്ട് പിരികം അതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ പിരികത്തിന് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടാവില്ലേ, അത് ഇതേപോലെ അലോവേര ജെല്ല് മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഷേപ്പിലോട്ട് ആക്കി എടുക്കാം. അലോവേര ജെല്ല് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഹെയർസൊക്കെ ഒന്ന് ഒട്ടിപ്പോവും. സോ അങ്ങനെ ഒട്ടിപ്പോയ ഹെയർസൊക്കെ കൈ കൊണ്ട് നല്ല പോലെ ഒരു ആർച്ച് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, അതേപോലെ കൈ കൊണ്ട് ഇതേപോലെ ഷേപ്പ് കൊടുക്കുക. പുരികം ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പുരികത്തിൻ്റെ അടിയിൽ കാണുന്ന എക്സ്ട്രാ ഹെയർസ് ഉണ്ടല്ലോ, സോ ഫസ്റ്റ് അത് വേണം കേട്ടോ റിമൂവ് ചെയ്ത് തുടങ്ങാൻ. അങ്ങനെ റിമൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇതേപോലത്തെ എക്സ്ട്രാസ് ആയിരിക്കണം ആദ്യം എടുക്കേണ്ടത്. നമ്മളപ്പോൾ റേസർ പിടിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇതേപോലെ അതിൻ്റെ ഒരു ഏറ്റവും അറ്റത്തെ ഭാഗം വെച്ചിട്ടാണ് ഞാൻ എക്സ്ട്രാസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം പിടിക്കാനായിട്ട് കേട്ടോ ബ്ലേഡ്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അവിടുത്തെ ഹെയർസൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ എക്സ്ട്രാസൊക്കെ ക്ലീൻ ആയ ശേഷം നമ്മൾ ഇതേപോലെ പയ്യെ പയ്യെ ആ ഒരു പിരികത്തിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് ഫ്രണ്ടിലോട്ട് വരണം. സോ ഈ ഒരു പിരികവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ എക്സ്ട്രാ ഹെയർസൊക്കെ റിമൂവ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെയെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയണ പോലെ പയ്യെ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒരിക്കലും റഷിൽ ചെയ്താൽ നിങ്ങളുടെ ഹെയർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും കേട്ടോ. സോ നിങ്ങൾ നല്ല പോലെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. സോ എനിക്ക് ഏകദേശം വേണ്ട ഒരു ഷേപ്പ് താഴെ ആയിട്ടുണ്ട്. ഇനി ഞാൻ മുകളിൽ ഇതേപോലെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റേസർ. പയ്യെ പയ്യെ താഴോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ആർച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ, ഇത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ടാണ്. ജസ്റ്റ് ആ റേസർ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് അലൈൻമെൻറ്റിലാണെന്ന് കാണുമ്പോഴേക്കും താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. സിമ്മട്രി മാറിപ്പോരുത്. രണ്ട് പിരികവും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കണം. നിങ്ങൾ പാർലറിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇതുവരെ റേസർ കൊണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പയ്യെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെയർ കട്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിന്ന് കട്ടാവാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. സോ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഷേപ്പൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാസ് കുറച്ചും കൂടി ഇതേപോലെ റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിരികത്തിൻ്റെ നടുവിലുള്ള എക്സ്ട്രാ ഹെയർസും ഷേപ്പ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ബ്ലേഡ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. മുകളിലും അതേപോലെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഞാനിവിടെ ബ്ലേഡ് പിടിച്ചേക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? മുകളിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. താഴത്തെ ഹെയർസൊക്കെ ആണല്ലോ, പിരികത്തിന് താഴെ എക്സ്ട്രാസൊക്കെ ഉണ്ടായപ്പോഴേക്കും നമ്മളിങ്ങനെ ഒരു പോയിൻ്റ് ചെയ്തിട്ടാണ് റേസർ പിടിക്കുന്നത്. ഞാനേതായാലും ഈ ഒരു ഷേപ്പിൽ ഹാപ്പിയാണ്. സോ ഇതിലും കൂടുതൽ തിന്നാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ തിന്നാക്കാം. നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ച് വേണം കേട്ടോ പിരികത്തിൻ്റെ ഷേപ്പ് എടുക്കാൻ. പെയിൻ ഫ്രീ, അഫോർഡബിൾ, ടൈം കൺസ്യൂമിങ് അല്ലാത്ത ഒരു മെത്തേഡാണ് ഈ ഒരു ഫേസ് ഷേവർ വെച്ചിട്ട് പിരികം ഷേപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 വർഷമായിട്ടോ പാർലറിൽ പോയി പിരികം എടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്ത് പ്രാക്ടീസ് ആയതാണ് കേട്ടോ. പണ്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മിസ്റ്റേക്സ് പറ്റുമായിരുന്നു, പിരികം എല്ലാം ഷേവായി പോകുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ നല്ലപോലെ പ്രാക്ടീസ്ഡ് ആണ്. സോ ഇപ്പോൾ പിരികമെല്ലാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ കുറച്ചും കൂടി തിന്നാക്കാം എന്നാണ് വിചാരിച്ചത്. നോ, ഈ ഒരു ഷേപ്പ് മതി. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.